Hi friends, welcome back to our channel. അപ്പോൾ 5ാം ക്ലാസ്സിലത്തെ എല്ലാ കൂട്ടുകാർക്കും നാളെ മാത്സ് ആണ് എക്സാം. അപ്പോൾ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാർ എന്തായാലും ഇതൊക്കെ നോക്കിയിട്ട് വേണം പോവാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 1, എ റെക്ടാങ്കുലർ പ്ലേ ഗ്രൗണ്ട് ഈസ് ഡിവൈഡഡ് ഇൻടു 2 പാർട്സ് ആസ് ഗിവൺ ഇൻ ദ പിക്ചർ. അപ്പോൾ എന്താണ് ഒരു റെക്ടാങ്കുലർ പ്ലേ ഗ്രൗണ്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് താഴെ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. ദ ലെങ്ത് ആൻഡ് ദ വിഡ്ത്ത് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ദ ഏരിയ ഓഫ് ദ സെക്കൻഡ് ആർ ഗിവൻ. അപ്പോൾ എന്താണ് ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ദ ഫസ്റ്റ്, ആദ്യത്തേൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ദെൻ ഏരിയ ഓഫ് ദ സെക്കൻഡ്, രണ്ടാമത്തേൻ്റെ ഏരിയയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ വോളിബോൾ കോർട്ട്? അങ്ങനെയാണെങ്കിൽ വോളിബോൾ കോർട്ടിൻ്റെ ഏരിയ എന്തായിരിക്കും? അപ്പോൾ ആദ്യത്തേൻ്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്, ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതായത് ലെങ്ത്തായ 25 ഇൻറ്റു ബ്രെഡ്ത്തായ 15. അപ്പോൾ 25 ഇൻറ്റു 15 ഈസ് ഈക്വൽ ടു, അത് ചെയ്താൽ നമുക്ക് 375 എന്ന് കിട്ടും. 375 സ്ക്വയർ മീറ്റർ, സെൻറ്റിമീറ്റർ അല്ല മീറ്റർ ആണ്, സ്ക്വയർ മീറ്റർ. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഷട്ടിൽ കോർട്ട്? ഷട്ടിൽ കോർട്ടിൻ്റെ ലെങ്ത് എത്രയാണ്? ഇവിടെ ഇങ്ങനെ നമ്മൾ ഷട്ടിൽ കോർട്ടിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക. ഇവിടെ അറിയാവുന്ന കാര്യമുണ്ട്, എന്താ ഏരിയ ഓഫ് ദ ഷട്ടിൽ കോർട്ട് എന്ന് പറഞ്ഞാൽ 300ഉം അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ വോളിബോളിൻ്റെ ബ്രെഡ്ത്തും അതുപോലെ തന്നെ ഷട്ടിൽ കോർട്ടിൻ്റെ ബ്രെഡ്ത്തും സെയിം ആയിരിക്കും. ഓക്കെ, രണ്ടും ഒരേ ഡിസ്റ്റൻസ് ആണ്, അപ്പോൾ സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെയും ബ്രെഡ്ത്ത് 15 മീറ്റർ തന്നെയാണ് വരിക. അതായത് ഇപ്പോൾ ഇനി നമുക്ക് ലെങ്ത്ത് മാത്രമാണ് അറിയാത്തതുള്ളൂ. L ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ആണ് ഏരിയ. എന്താണ് L ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ഏരിയ? L നമുക്കറിയില്ല, അപ്പോൾ L നമ്മൾ L തന്നെ എടുത്തു. L ഇൻറ്റു ബ്രെഡ്ത്തിന് പകരം ബ്രെഡ്ത്ത് എത്രയാണ്? 15. L ഇൻറ്റു 15 ഈസ് ഈക്വൽ ടു ഏരിയയായ 300. ഓക്കെ, L ഇൻറ്റു 15 ഈസ് ഈക്വൽ ടു ഏരിയയായ 300. ഇനി നമ്മൾ L ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ L നമ്മൾ അവിടെ നിർത്തി, 15നെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 300 അപ്പുറത്തെ സൈഡിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്നത് അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡ് ആവും. അപ്പോൾ ഇതൊക്കെ കൂട്ടുകാർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 300 ഡിവൈഡഡ് ബൈ 15. അപ്പോൾ 300 ഡിവൈഡഡ് ബൈ 15 ചെയ്ത് നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുക? 20 മീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താ? ഫൈൻഡ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് ദ ടോട്ടൽ റെക്ടാങ്കുലർ പ്ലേ ഗ്രൗണ്ട്. അപ്പോൾ ഈ ടോട്ടൽ റെക്ടാങ്കുലർ പ്ലേ ഗ്രൗണ്ടിൻ്റെ ഏരിയയും അതുപോലെ തന്നെ പെരിമീറ്ററും കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഏരിയ കണ്ടുപിടിച്ച് നോക്കാം. ഏരിയ കാണുന്നതിൻ്റെ ഇക്വേഷൻ എന്താ? L ഇൻറ്റു ബി ആണ്. അപ്പോൾ ഇവിടെ L എന്ന് പറഞ്ഞാൽ വോളിബോളിൻ്റെ 25ഉം പ്ലസ് പിന്നെ നേരത്തെ ഷട്ടിൽ കോർട്ടിൻ്റെ ലെങ്ത് നമുക്ക് 20 കിട്ടി, പ്ലസ് 20ഉമാണ്. അപ്പോൾ 25 പ്ലസ് 20 ചെയ്ത് നമുക്ക് എത്ര ഉത്തരം കിട്ടും? 45 എന്ന് കിട്ടും. അപ്പോൾ 45 ഇവിടുത്തെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. ബ്രെഡ്ത്ത് നമുക്കറിയാം 15 തന്നെയാണ്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്യും. അതായത് 45 ഇൻറ്റു 15 ചെയ്താൽ നമുക്ക് ഉത്തരം എത്ര കിട്ടും? 675. എത്രയാണ്? 675 എന്ന് കിട്ടും. 675 സ്ക്വയർ മീറ്റർ. യൂണിറ്റ് എഴുതാൻ മറക്കരുത്, സ്ക്വയർ മീറ്റർ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താണ്? ഇപ്പോൾ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അതുപോലെ തന്നെ നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കണം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റുമുള്ള അളവ്. ഇപ്പോൾ എത്രയാണ്? ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. ലെങ്ത്ത് എത്രയാണ്? ലെങ്ത്ത് 25 പ്ലസ് 20 45 അപ്പോൾ 45 പ്ലസ് 15 പ്ലസ് 45 പ്ലസ് 15. ഓക്കെ, എത്രയാണ്? 4 സൈഡ്സ് ഉണ്ട്. അപ്പോൾ ഒരു സൈഡ് 45ഉം ഒരു സൈഡ് 15ഉം. അപ്പോൾ നമ്മൾ 45 പ്ലസ് 15 പ്ലസ് 45 പ്ലസ് 15. ഓക്കെ,
അപ്പോൾ അത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 120 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 120 സ്ക്വയർ മീറ്റർ ആണ്. അടുത്ത ഒരു ആക്ടിവിറ്റി നമുക്ക് നോക്കാം. സർക്കിൾ പാറ്റേൺസ്. ലുക്ക് അറ്റ് ദ പിക്ചർ. ദ സെൻറ്റേഴ്സ് ഓഫ് 2 സർക്കിൾസ് ആർ ജോയിൻ ടുഗെദർ. അപ്പോൾ 2 സർക്കിൾസിൻ്റെ സെൻറ്റേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്മോൾ സർക്കിൾ? ആദ്യത്തെ സർക്കിളിൻ്റെ, അതായത് സ്മോൾ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ ആണെന്ന്. അപ്പോൾ അതിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? 2 സെൻറ്റിമീറ്റർ. ഡയമീറ്ററിൻ്റെ പകുതി 4/2 ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ ലാർജ് സർക്കിൾ? എന്താണ് ലാർജ് സർക്കിളിൻ്റെ ഡയമീറ്റർ? ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ഓഫ് ദ സർക്കിൾ ഈസ് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ എന്താണ്? ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ഓഫ് ദ സർക്കിൾ, സർക്കിളിലെ സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എന്തായിരിക്കും ഈ ലാർജ് സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്? അതായത് 4 × 2 ആയിരിക്കും. 4 × 2 ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. ഇനി അടുത്ത സി ക്വസ്റ്റ്യൻ, ഇൻ ദ പിക്ചർ ലൈക്ക് ദിസ്, ഇഫ് ദ ഡയമീറ്റർ ഓഫ് 2 സർക്കിൾസ് ആർ ടച്ച് ടുഗെദർ ഈസ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 സർക്കിളിൻ്റെ ഡയമീറ്റർ ഒരുമിച്ച് വരച്ചാൽ അത് 10 സെൻറ്റിമീറ്റർ ആണ് ഈച്ച്. വാട്ട് വിൽ ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദയർ സെൻറ്റേഴ്സ്? ഈച്ച് ഓരോന്നും 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഓരോന്നും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ബിറ്റ്വീൻ ദയർ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? എത്ര തന്നെയായിരിക്കും? 10 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. അടുത്ത ചോദ്യം, അടുത്ത ആക്ടിവിറ്റി, പെരിമീറ്റർ ആൻഡ് ഏരിയ. വാട്ട് ഈസ് ദ, അപ്പോൾ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ലാർജ് റെക്ടാങ്കിൾ? ലാർജ് റെക്ടാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? ഏരിയ ആണുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? L × B ആണ്. ഇവിടെ ലാർജ് റെക്ടാങ്കിളിൻ്റെ L 6 ആണ്, ബിയും 6 ആണ്. അപ്പോൾ എന്തായിരിക്കും ഏരിയ? L × B, അതായത് 6 × 6 ഈസ് ഈക്വൽ ടു 36 സ്ക്വയർ മീറ്റർ. ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് സ്മോൾ റെക്ടാങ്കിൾ. സ്മോൾ റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണ്? അപ്പം നമുക്ക് നോക്കി നോക്കാം. സ്മോൾ റെക്ടാങ്കിൾ കൂട്ടുകാരൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. 6 മീറ്ററാണ് വലിയ റെക്ടാങ്കിൾ, അതിൽ നിന്ന് 50 സെൻറ്റിമീറ്റർ കുറഞ്ഞു. അതാണ് ചെറിയ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ. 50 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/2 മീറ്റർ കുറഞ്ഞു. അപ്പോൾ 1/2 മീറ്റർ ഒരു സൈഡിലും 1/2 മീറ്റർ അപ്പുറത്തെ സൈഡിലും കുറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 - 1/2, 2 അര കുറയും. അതായത് 6 - 1 = 5. അപ്പോൾ ഇവിടെ ചെറിയ റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുമ്പോൾ അവിടെ ലെങ്ത് ഇപ്പോൾ എത്ര ആയി? 5 സെൻറ്റിമീറ്റർ ആയി. 5 സെൻറ്റിമീറ്ററുള്ള എത്ര വശങ്ങളുണ്ട്? പെരിമീറ്റർ ആണ്. അപ്പോൾ ചുറ്റളവ്, അതായത് 5 + 5 + 5 + 5, അല്ലെങ്കിൽ നമുക്ക് 5 × 4 ചെയ്താലും മതി. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 20 മീറ്റർ. അപ്പോൾ പെരിമീറ്റർ ഓഫ് ദ സ്മോൾ റെക്ടാങ്കിൾ എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. ഇനി അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ. ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ എത്രയാണ്? ഷെയ്ഡഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ റെക്ടാങ്കിളിൽ നിന്ന് ചെറിയ റെക്ടാങ്കിളുടെ ഭാഗം കുറച്ചത്, അതായിരിക്കും ഷെയ്ഡഡ് പോർഷൻ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 36ൽ നിന്ന് നമ്മൾ 25, ഏരിയ ഓഫ് ദ ലാർജ് റെക്ടാങ്കിൾ മൈനസ് ഏരിയ ഓഫ് ദ സ്മോൾ റെക്ടാങ്കിൾ. എന്താണ്? ഏരിയ ഓഫ് ദ ലാർജ് റെക്ടാങ്കിൾ മൈനസ് ഏരിയ ഓഫ് ദ സ്മോൾ റെക്ടാങ്കിൾ ചെയ്താൽ നമുക്ക് ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ കിട്ടും. അപ്പോൾ ഏരിയ ഓഫ് ദ ലാർജ് റെക്ടാങ്കിൾ 36ഉം സ്മോൾ റെക്ടാങ്കിൾ 25ഉം. അപ്പോൾ 36 - 25 = 11 സ്ക്വയർ മീറ്റർ ആണ് ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ഒരു ആക്ടിവിറ്റി നോക്കാം. രാജൻ ആൻഡ് വീവർ വേവ്സ് ക്ലോത്ത്സ് ഡെയിലി ആൻഡ് ഹി ഡിസ്ട്രിബ്യൂട്ട്സ് ദ പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് ക്ലോത്ത്സ് ടു 5 ഓർഫനേജസ് ഈക്വലി. ഡീറ്റെയിൽസ് ഓഫ് ക്ലോത്ത്സ് കെപ്റ്റ് ഫോർ ദ ഓർഫനേജസ് ആർ ഗിവൺ ബിലോ. അപ്പോൾ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കി നോക്കാം. ഡേ തന്നിട്ടുണ്ട് Monday, Tuesday, Wednesday, Thursday and Friday. Quantity of clothes kept for orphanages in meters 80, 30, 60, 70, 11. Then
ക്വാണ്ടിറ്റി ഓഫ് ക്ലോത്ത്സ് റിസീവ്ഡ് ബൈ ഈച്ച് ഓഫൻസ്. അപ്പോൾ ഓരോരുത്തർക്കും എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ദെൻ ഇൻ ദ ഫോം ഓഫ് നാച്ചുറൽ നമ്പർ ആൻഡ് ഫ്രാക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ അവർ തന്നിട്ടുണ്ട്. മൺഡേ ദെൻ ക്വാണ്ടിറ്റി ഓഫ് ക്ലോത്ത്സ് 18 ആണ്. അപ്പോൾ ഓരോരുത്തർക്കും 18/5 5 ഓഫൻസ് ആണുള്ളത്. അപ്പോൾ നമ്മളത് 5 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ രൂപത്തിൽ 3/5 എന്ന് കിട്ടി. അപ്പോൾ എങ്ങനെ നമുക്ക് 3/5 എന്ന് കിട്ടി? 3/5 എന്ന് നമുക്ക് എങ്ങനെ കിട്ടി? അപ്പോൾ 18/5 ആണ് നമ്മൾ ചെയ്യേണ്ടത്, കാരണം 5 ഓഫൻസ് ആണ് ഉള്ളത്. അപ്പോൾ 18/5 ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള പോലെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 18/5 ചെയ്യുമ്പോൾ നമുക്ക് 15ൽ 3 പ്രാവശ്യം കിട്ടും. ദെൻ റിമൈൻഡർ നമുക്ക് 3 കിട്ടും. ഇനി എങ്ങനെ നമുക്ക് ഇത് എഴുതാൻ പറ്റും എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മേലെ കിട്ടിയ ആൻസർ ആയിട്ടുള്ള 3 ഇല്ലേ, ആ 3 ആണ് ഇവിടെ വലിയ 3. അപ്പോൾ വലിയ 3 ഇട്ടു. ദെൻ 3/5 ഇല്ലേ, 3/5ൻ്റെ മേലത്തെ 3 എന്ന് പറയുന്നത് റിമൈൻഡർ വരുന്ന 3 ആണ്. എന്താണ് റിമൈൻഡർ വരുന്ന 3യും പിന്നെ എന്തായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത് അതായിരിക്കും അടിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ വലിയ 3 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോഷ്യൻ്റ് ആണ്, അതായത് ആൻസർ കിട്ടിയ മേലെ കിട്ടിയ കോഷ്യൻ്റ്, ദെൻ അടിയിൽ കിട്ടിയ റിമൈൻഡർ 3, അതാണ് 3/5ത്തെ 3. ദെൻ 5 എന്ന് പറഞ്ഞാൽ എന്ത് വെച്ചാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത് അതിലത്തെ 5. ഓക്കെ, ഇനി ട്യൂസ്ഡേത്തെ ചെയ്താൽ നമുക്ക് 13 പേരാണ്. അപ്പോൾ നമുക്ക് അടുത്ത ബോക്സിൽ 13/5 കിട്ടും. അപ്പോൾ അത് ഈ പറഞ്ഞ രീതിയിൽ ചെയ്താൽ 3/5 എന്ന് കിട്ടും. ഇനി വെനസ്ഡേ 16 ആണ്. അപ്പോൾ 16/5 ചെയ്യുക. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ചെയ്താൽ 3/1/2 കിട്ടും. ദെൻ തേഴ്സ്ഡേ 70/5 ഈസ് ഈക്വൽ ടു 2/5 എന്ന് കിട്ടും. ദെൻ ഫ്രൈഡേ 11 ആണ്. 11/5 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ കംപ്ലീറ്റ് ദ ടേബിൾ, നമ്മൾ ടേബിൾ കംപ്ലീറ്റ് ചെയ്തു. On which days do the orphans get more than 3 meters of clothes? അപ്പോൾ 3 മീറ്ററിനേക്കാൾ കൂടുതൽ ക്ലോത്ത്സ് കിട്ടിയത് ഏത് ദിവസമൊക്കെയാണ്? അപ്പോൾ മൺഡേ കിട്ടി. ദെൻ പിന്നെ കിട്ടിയത് ഏതാ? വെനസ്ഡേ കിട്ടി, 3.5 കിട്ടി. ദെൻ തേഴ്സ്ഡേ 3, 2/5, 2/5 കിട്ടി. അപ്പോൾ തേഴ്സ്ഡേയും കിട്ടി. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ദിവസമാണ് ഇപ്പോൾ 3നേക്കാൾ കൂടുതൽ തുണി കിട്ടിയത്? മൺഡേ, വെനസ്ഡേ ആൻഡ് ദെൻ തേഴ്സ്ഡേ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരത് നന്നായി നോക്കിയിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.